26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. സംസ്ഥാനത്തും സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. ഗ്രാമിന് 125 രൂപയും പവന് 1000 രൂപയും കുറഞ്ഞു. ജൂലൈ 1 രേഖപ്പെടുത്തിയ പവന് 1,07,200 രൂപയാണ് ഈ മാസത്തെ ഉയർന്ന സ്വർണ്ണവില. ഇതോടെ വരും ദിവസങ്ങളിൽ സ്വർണ്ണവില കുറയുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 125 രൂപയും പവന് 1000 രൂപയുമാണ് കുറഞ്ഞിട്ടുള്ളത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന്റെ വില 13,315 രൂപയും പവന് 1,06,520 രൂപയുമായി. ഇന്നലെ 1 പവൻ സ്വർണത്തിന് 1,07,520 രൂപയായിരുന്നു വില. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടമാണ് ദൃശ്യമായിരുന്നത്. അതിനാൽ തന്നെ ആഭരണ പ്രേമികളിൽ സ്വർണം വാങ്ങണോ അതോ വീണ്ടും കാത്തിരിക്കണോ എന്നത് സംബന്ധിച്ച് കനത്ത ആശയക്കുഴപ്പമാണ് ഉണ്ടാകുന്നത്. അതേസമയം സംസ്ഥാനത്ത് വെള്ളി വിലയിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 ഗ്രാം വെള്ളിക്ക് 240 രൂപയും 10 ഗ്രാം വെള്ളിക്ക് നിലവിൽ 2,400 രൂപയുമാണ് വില വരുന്നത്. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ യോഗ വിവരങ്ങൾ പുറത്തുവരാനിരിക്കെയാണ് ആഗോള വിപണിയിലെ തളർച്ച സ്വർണ്ണവിലയിലും പ്രതിഫലിച്ചത്. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് സംബന്ധിച്ച് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന സൂചനകൾക്കായി നിക്ഷേപകർ കാത്തിരിക്കുകയാണ്. പണപ്പെരുപ്പം ഫെഡ് ലക്ഷ്യമിടുന്ന 2% മുകളിൽ തുടരുന്നതിനാൽ ഈ വർഷം ഒരു തവണയെങ്കിലും പലിശ നിരക്ക് ഉയർത്താനാണ് സാധ്യതയെന്ന് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നു. നേരത്തെ US ഇറാൻ സംഘർഷ സമയത്ത് ക്രൂഡ് ഓയിൽ വില ഉയർന്ന സാഹചര്യത്തിൽ പലിശ നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ജൂണിലെ പേറോൾ ഡാറ്റ പ്രതീക്ഷിച്ചതിലും കുറഞ്ഞത് കടുത്ത സാമ്പത്തിക നടപടികളിലേക്ക് ഫെഡ് കടക്കില്ലെന്ന സൂചനകളാണ് നൽകിയത്. US ഫെഡറൽ റിസർവിന്റെ അടുത്ത നീക്കങ്ങളെ ആശ്രയിച്ചായിരിക്കും വരും ദിവസങ്ങളിൽ സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നതെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. നിലവിലെ ട്രെൻഡ് തുടരുകയാണെങ്കിൽ സ്വർണ്ണവില താഴ്ന്നേക്കുമെന്നാണ് സൂചനകൾ. ഡോളറിന്റെ വരവോടെ രൂപയുടെ വിനിമയ നിരക്ക് മെച്ചപ്പെടുകയും ഇതോടെ സ്വർണ്ണവില കുറയുകയും ചെയ്തേക്കാം. ഡോളറിലാണ് രാജ്യാന്തര സ്വർണ്ണ വ്യാപാരം നടക്കുന്നത്. ഡോളറിനെതിരെ രൂപയുടെ വിനിമയ നിരക്ക് മെച്ചപ്പെടുന്നതോടെ സ്വർണം വാങ്ങുന്ന രൂപയിലും ചെലവും കുറഞ്ഞേക്കും. ഇത് സാധാരണക്കാർക്കും ആഭരണ പ്രേമികൾക്കും നേട്ടമുണ്ടാക്കിയേക്കും. അതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ സ്വർണം പണമാക്കൽ പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകളും വില കുറയാൻ കാരണമായിട്ടുണ്ട്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.